കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര തകർന്നു വീണു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ, എന്താണ് സംഭവിച്ചത്? അല്പം മുൻപാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര തകർന്നു വീണത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മേൽക്കൂരയാണ് തകർന്നു വീണത്. സാധാരണയായി നൂറുകണക്കിന് ആളുകൾ ഈ ട്രെയിൻ കയറാനും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ തന്നെ. മിക്കവാറും സമയങ്ങളിൽ അവിടെ ജനങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്ലാറ്റ്ഫോം തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് ആളുകൾ ഓടി മാറിയത് കൊണ്ട് തന്നെ ആർക്കും ആളപായമോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ അതിന്റെ മേൽക്കൂരകൾ എന്ന ഒരു ചോദ്യം ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. വളരെ ഗൗരവകരമായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തികളും മറ്റുമൊക്കെ നടന്നു വരികയാണ്. കൂടുതൽ വിശാലമായ രീതിയിൽ അത്യാധുനികമായ രീതിയിലേക്ക് ഒരു എയർപോർട്ട് എങ്ങനെയാണോ അതിന്റെ രീതിയിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ ഉയർത്താനുള്ള നടപടികൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അടക്കം നടന്നു വരുന്നതിനിടെയാണ് നിലവിലുള്ള രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ആ മേൽക്കൂര തകർന്ന് വീണിരിക്കുന്നത്. അത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചതാണോ അല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ജനങ്ങളുടെ ദേഹത്ത് വീഴാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഭാഗ്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ആ സമയത്ത് ഏതെങ്കിലും പിഞ്ചുകുഞ്ഞോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ കാര്യമേറെ ഗൗരവകരമായ ഒരു സംഭവമാകുമായിരുന്നു. ഈ വിഷയത്തിന്റെ വ്യാപ്തിയും ഗൗരവവും വർദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ അപകടം നടന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ റെയിൽവേ അധികൃതർക്ക് ഉത്തരം പറയേണ്ടി വരും. അതിന്റെ ചോദ്യം എന്തായാലും ഉയരും. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇത് തകർന്നു വീഴാനുണ്ടായ സാഹചര്യം എന്നുള്ളത് റെയിൽവേ അധികൃതർ വിശദീകരിക്കേണ്ടി വരും. എങ്കിലും ആശ്വാസം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല, ആളപായമില്ല എന്നുള്ളത് മാത്രമാണ്. റിയാസ്, അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ കെട്ടിടം പാതി തകർന്ന് വീണിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അത്ര ഉയരമുള്ള ഒരു ക്ലോക്ക് ടവർ ആണ്. ആ ടവറാണ് അതിന്റെ പാതി ഭാഗം തകർന്ന പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മേൽക്കൂരയുടെ കാലപ്പഴക്കമാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി അങ്ങനെ ഒരു അനുമാനത്തിൽ എത്താമെന്നുള്ളതാണ്. കാലപ്പഴക്കം ആയിരിക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ പരിശോധനയ്ക്കും അന്വേഷണത്തിനും വിധേയമാക്കേണ്ടുന്ന കാര്യമാണ്. മാത്രമല്ല കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കേണ്ട മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം സംബന്ധിച്ച് തീർച്ചയായും റെയിൽവേക്ക് അന്വേഷിക്കേണ്ടി വരും. അത്തരമൊരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അതുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ക്ലോക്ക് ടവർ അടക്കം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. എങ്കിൽ കൂടിയും കാലപ്പഴക്കം അതിനുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ കാലപ്പഴക്കമാണോ അപകട കാരണം എന്നുള്ളത് കൃത്യമായ ഒരു പരിശോധനയും അന്വേഷണവും നടക്കട്ടെ. അപ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ കൃത്യമായൊരു ഉത്തരം ലഭിക്കുക. പക്ഷേ ഒരു പ്രാഥമിക അനുമാനം മാത്രമാണ്, നിഗമനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതൊരു വസ്തുതയായിട്ടോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വിലയിരുത്തലായിട്ടോ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സാധാരണ അവിടെയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാവുന്നത് ഈ ക്ലോക്ക് ടവർ അടക്കമുള്ള രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയുടെയൊക്കെ ഒരു കാലപ്പഴക്കം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണിരിക്കുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ക്ലോക്ക് ടവറിന്റെ കെട്ടിടത്തിന്റെ പകുതി ഭാഗമാണ് ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രത്തോളം ഭീകരമായ ഒരു കാഴ്ച തന്നെയാണെങ്കിലും ആ ഒരു സമയത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന സമയത്തോ അവിടെ ആരും ഇല്ലാതിരുന്നതിനാൽ തന്നെയാണ് വലിയൊരു അപകടം തലനാരിടയ്ക്ക് മാറിപ്പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ
രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ മേൽക്കൂര തകർന്നു വീഴുന്നത്. ആ സമയത്ത് യാത്രക്കാരോ മറ്റ് ജീവനക്കാരോ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് ഉണ്ടാകാതിരുന്നതാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും വഴിമാറിയിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവർ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോഴിക്കോട് നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിലും ചിലപ്പോൾ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കമായേക്കാം ഇത്തരത്തിലൊരു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്നൊരു നിഗമനത്തിലാണ് നമ്മൾ നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാഹചര്യമായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീഴാൻ ഇടയാക്കിയത്. എങ്കിലും ഇപ്പോൾ റെയിൽവേ അധികൃതരും അതുപോലെ തന്നെ പോലീസും അടക്കം പരിശോധന നടത്തുന്നുണ്ട്. ഈ ഒരു കെട്ടിടത്തിന്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ബാക്കി പകുതി ഇത്തരത്തിൽ ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം സംസ്ഥാനത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ദ്രുതഗതിയിൽ ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ നടന്നു വരുന്ന സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത പ്ലാറ്റ്ഫോം നമ്പർ 2 ഉണ്ടായിരുന്ന ക്ലോക്ക് ടവറിന്റെ കെട്ടിടത്തിന്റെ പകുതി ഭാഗമാണ് ഇത്തരത്തിൽ തകർന്ന് വീണിരിക്കുന്നത്. വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു അപകടമാണ് വഴിമാറിപ്പോയിരിക്കുന്നത്. പരിസര പ്രദേശത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് ചിലപ്പോൾ മാറിയേനെ. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ യാത്രക്കാർ അവിടെ ഉണ്ടാകാതിരുന്നതും രക്ഷയായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ ഭയാനകരമായി മേൽക്കൂര പതിക്കുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രത്തോളം ദുരന്തത്തിലേക്ക് മാറുമായിരുന്നു എന്ന കാര്യം. എന്തായാലും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവറിന്റെ മേൽക്കൂര തകർന്ന് വീണിരിക്കുന്നത്. ക്ലോക്ക് ടവർ ആണ് ഇടിഞ്ഞു വീണത്. പാതിയാണ് ഇത്തരത്തിൽ കനത്ത മഴയിൽ തുടർന്ന് അല്ലെങ്കിൽ കാലപ്പഴക്കമാകാം ഇത്തരത്തിലൊരു അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്നാണ് നമ്മളൊരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. നിലവിൽ സ്ഥലത്തേക്കുള്ള ഒരു പ്രവേശനം അടക്കം റെയിൽവേ അധികൃതരും പോലീസുകാരും നിരോധിച്ചിട്ടുണ്ട്. സ്ഥലത്തു നിന്ന് ആളുകളെ അടക്കം മാറ്റുന്ന ഒരു നടപടിയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ കടക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. നിലവിൽ അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും അടക്കം എത്തി എന്താണ് അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൽ അടർന്നു വീണ അല്ലെങ്കിൽ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികളൊക്കെ തുടങ്ങാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഫയർഫോഴ്സും പോലീസും അടക്കം കടക്കുന്നത്. എങ്കിലും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇതിന്റെ പകുതി ഈ ഒരു ക്ലോക്ക് ടവറിന്റെ പകുതി ഭാഗമാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇനിയും ഒരു അപകടം ഉണ്ടാകാം എന്നൊരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കെട്ടിടത്തിന്റെ പകുതി ഭാഗം അല്ലെങ്കിൽ വീണ ഭാഗം അവിടുന്ന് നീക്കം ചെയ്യാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിയാസ് കെമാർ ഉണ്ട്. റിയാസ്, എന്തായാലും വലിയൊരു ദുരന്തമാണ് വഴിമാറി പോകുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെയിൽവേ അധികൃതരുടെയും പോലീസിന്റെയും അടക്കം ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്?